കഴിഞ്ഞ ദിവസം നമ്മൾ പെൽട്ടൺ വീലിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ പെൽട്ടൺ വീലിൻ്റെ പ്രോബ്ലംസ് ഒരെണ്ണം ചെയ്തു എന്ന് വെച്ച് രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ പ്രോബ്ലം. ഇപ്പോൾ 2 പ്രോബ്ലം കൊണ്ട് നമ്മൾ പെൽട്ടൺ വീൽ അവസാനിപ്പിക്കുക. ബാക്കി കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഇപ്പോൾ ഇവിടെ പെൻസ്റ്റോക്ക് സപ്ലൈസ് ഞാനിത് ആൾക്ക് ശേഷമാണ് എടുക്കുന്നുള്ളത് കൊണ്ട് ചില ടച്ചുകളൊക്കെ ആ ഒരു ഫ്ലോയിങ് പോയിരിക്കുവാണ്. കുറച്ച് 1-2 പോർഷൻസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇതിൽ വരും. അപ്പോൾ നോക്കിയോ, ദ പെൻസ്റ്റോക്ക് സപ്ലൈസ് വാട്ടർ ഫ്രം എ റിസർവോയർ ടു പെൽട്ടൺ വീൽ വിത്ത് എ ഗ്രോസ് ഹെഡ് ഓഫ് 500 മീറ്റർ. ദാറ്റ് ഈസ് ഗ്രോസ് ഹെഡ് എന്ന് പറയുന്നത് HG 500 മീറ്റർ. 1/3 ഓഫ് ദ ഗ്രോസ് ഹെഡ് ഈസ് ലോസ്റ്റ് ഇൻ ഫ്രിക്ഷൻ ഇൻ ദ പെൻസ്റ്റോക്ക്. ഇപ്പോൾ ഫ്രിക്ഷണൽ ലോസ് ഉണ്ട്. HF ആണ് നമ്മൾ ഫ്രിക്ഷൻ ലോസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ HF എന്ന് പറയുന്നത് 1/3 ഓഫ് ദ ടോട്ടൽ ഹെഡ് ഈസ് ലോസ്റ്റ് ആസ് എന്താണ് ഫ്രിക്ഷൻ. അപ്പോൾ 1/3 ഓഫ് ദി ഹെഡ് ലോസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1/3 ഓഫ് എന്താണ് ഗ്രോസ് ഹെഡ്, ദാറ്റ് ഈസ് HG ലോസ്റ്റ് ആസ് ഫ്രിക്ഷൻ. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 500 വിച്ച് വിൽ ബി ഈക്വൽ ടു എത്ര കിട്ടും? 166.7 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ HF എന്ന് പറയുന്നത്, ഇത് ഹെഡ് ലോസ് എന്ന് പറയുന്ന HF നമുക്കിവിടെ തന്നിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ നോസിൽ ഫിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പെൻസ്റ്റോക്ക് ഈസ്. ഇതിങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു പടം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. നമ്മൾ ഓൾറെഡി ഫിഗർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ വർക്കിംഗ് ടർബൈൻ എങ്ങനെയാണ്? പെൻസ്റ്റോക്ക് ഇവിടെ നോസിൽ, പെൻസ്റ്റോക്ക് മുതൽ നോസിൽ വരെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. H ഈസ് ഈക്വൽ ടു HF, HG മൈനസ് HF വെച്ചിട്ട് നമുക്ക് എച്ചും കണ്ടുപിടിക്കാം, നെറ്റ് ഹെഡും കണ്ടുപിടിക്കാം. അത് മനസ്സിൽ ആ ഒരു പടം ഉണ്ടാവണം, ആ ഒരു പിക്ചർ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം റിലേറ്റബിൾ ആയാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ നോസിൽ ഫിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പെൻസ്റ്റോക്ക് ഈസ് 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഡിസ്ചാർജ് എന്തിൽ കൂടെ ഉള്ളതാണ്? പെൻസ്റ്റോക്കിലെ ഡിസ്ചാർജാണ്. ഇപ്പോൾ ഏരിയ ഡെൻസിറ്റി ഇപ്പം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആകുമ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി എടുക്കുമ്പം പെൻസ്റ്റോക്കിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയും പെൻസ്റ്റോക്കിൽ കൂടെ ഉള്ള വെലോസിറ്റിയാണ് നമുക്കവിടെ കിട്ടുന്നത് ഈ ഡിസ്ചാർജിൽ. ദ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദി ജെറ്റ് ഈസ് 165. ഞാനത് കൂടുതലും പറയേണ്ട കാര്യമില്ല, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതാണ്. 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 മൈനസ് 165 ഡിഗ്രി എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതി? 15 ഡിഗ്രി എന്ന് എഴുതാം. ആൻഡ് ഡിറ്റർമിൻ ദ പവർ ഗിവൺ ബൈ ദ വാട്ടർ ടു ദ റണ്ണർ. ദാറ്റ് മീൻസ് വാട്ടർ റണ്ണറിൽ കൊടുത്ത പവർ, അതായത് വാട്ടർ പവർ അല്ലേ, വാട്ടർ റണ്ണറിൽ കൊടുത്ത പവർ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. വർക്ക് ഡൺ പെർ സെക്കൻഡ് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ് ആൾസോ ദ ഹൈഡ്രോളിക് എഫിഷ്യൻസി. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ ഇൻ കിലോ വാട്ട് കണ്ടുപിടിക്കുക, ദാറ്റ് മീൻസ് പവർ അല്ലെങ്കിൽ വാട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഹൈഡ്രോളിക് എഫിഷ്യൻസി കണ്ടുപിടിക്കുക, H കണ്ടുപിടിക്കുക. ടേക്ക് സ്പീഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 0.45. അപ്പോൾ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? 0.4. നമ്മൾ 5 ഇട്ടൊക്കെ ഡിനോട്ട് ചെയ്യും. സ്പീഡ് റേഷ്യോ എന്ന് തന്നെ പറഞ്ഞ് എഴുതാം. സ്പീഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 0.45 and CV is equal to 1. That is coefficient of velocity which is equal to 1.0. Okay, that is equal to 1. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെൽട്ടൺ വീലിൻ്റെ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? എന്തായാലും വരയ്ക്കണം. പെൽട്ടൺ വീൽ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് തന്നെ ഒരു എത്ര മാർക്കുണ്ടോ? 2 മാർക്കുണ്ടാവും, 2-3 മാർക്ക് വെലോസിറ്റി ട്രയാങ്കിളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇൻലെറ്റിൽ എന്തായാലും എങ്ങനെ വരത്തുള്ളൂ? V എന്ന് പറയുന്ന വെലോസിറ്റി, V1 എന്ന് പറയുന്ന വെലോസിറ്റി ഹോറിസോണ്ടലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് U എന്ന് ആണെങ്കിൽ യുവും ഇതുപോലെ ഇതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും U1 നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളത് എന്താണ്? VR1 എന്ന് പറയുന്ന റിലേറ്റീവ് വെലോസിറ്റി ആയി. ഇനി അടുത്ത വേണ്ട എന്താ? ഇത് മൊത്തം കൂടി കൂട്ടുന്ന ഇത് തന്നെയായിരിക്കും. V1 ഈസ് ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? VW1 തന്നെ ആയിരിക്കും. ഇനി ഡിഫ്ലക്റ്റഡ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി എന്ന് പറയുന്ന സാധനം കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഔട്ട്പുട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ബീറ്റ 90 ആണോ ഇതാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് പോകാം. നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടാവും. പറയാതെ വരാൻ വഴിയില്ല. നമ്മൾ AB എന്ന് പറയുന്നത് കണ്ടുപിടിച്ച് നോക്കും അല്ലേ? AB എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? VR2 cos phi കണ്ടുപിടിച്ച് നോക്കും. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, VR2 cos phi ഗ്രേറ്റർ ദാൻ എന്തായി കഴിഞ്ഞാൽ? U ആയി കഴിഞ്ഞാൽ, അതായത് ഇഫ്
VR2 cos phi ഈസ് എന്താണ് ഗ്രേറ്റർ ദാൻ യു. ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് മാത്രം ആലോചിക്കുക. അപ്പോൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഔട്ട്പുട്ട് വരയ്ക്കുന്നുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. കാര്യം ഇവിടെ എന്തൊക്കെ എച്ച് തന്നിട്ടുണ്ട്, ഗ്രോസ് ഹെഡ് തന്നിട്ടുണ്ട്, ഫ്രിക്ഷൻ ലോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ദ നെറ്റ് ഹെഡ് ക്യാപിറ്റൽ എച്ച്. അതായത് നെറ്റ് ഹെഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിച്ചു. എന്താണോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അതവിടെ എഴുതിയിരിക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഗ്രോസ് ഹെഡ് മൈനസ് എന്താണ് ഹെഡ് ലോസ്. ദാറ്റ് ഈസ് ഗ്രോസ് ഹെഡ് എത്രയാണ് 500 മീറ്റർ ആണ്, മൈനസ് ഹെഡ് ലോസ് എന്ന് പറയുന്നത് 166.7 മീറ്റർ എന്ന് കിട്ടി. സോ വി ഹാവ് എച്ച് ജി മൈനസ് എച്ച് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു 3.3 മീറ്റർ ആണ് നമ്മുടെ എന്തായിട്ട് കിട്ടി എച്ച് എന്ന് പറയുന്നത്, നെറ്റ് ഹെഡ് എന്ന് പറയുന്ന സാധനമായിട്ട് കിട്ടി. ഇനി നെറ്റ് ഹെഡ് കിട്ടിയതിന് ശേഷം നമുക്ക് V1 കണ്ടുപിടിക്കാം. V1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ CV ഇൻറ്റു റൂട്ട് ഓഫ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ വി ഹാവ് CV ഈസ് ഈക്വൽ ടു എത്രയാണ് 1 ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ് 2 ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.81 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ് 333.3 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് V1ൻ്റെ വാല്യൂ 80.86 എന്തെന്ന് കിട്ടും മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ അത് കിട്ടി. ഇപ്പോൾ V1ൻ്റെ കാര്യം തീരുമാനമായി. ഇനി നമുക്ക് വേണ്ടത് അപ്പം സ്പീഡ് റേഷ്യോ അല്ല CV വെച്ച് V1 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ട എന്താ സ്പീഡ് റേഷ്യോ ഉണ്ട്. സ്പീഡ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, വി ക്യാൻ ഫൈൻഡ് യു അല്ലേ. യു കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്പീഡ് റേഷ്യോ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു U1 ഈസ് ഈക്വൽ ടു U2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും സ്പീഡ് റേഷ്യോ ഇൻറ്റു റൂട്ട് ഓഫ് 2GH അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ് റേഷ്യോ ഇൻറ്റു റൂട്ട് ഓഫ് 2G ഇൻറ്റു എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു സ്പീഡ് റേഷ്യോയുടെ എത്രയാണ് 0.45 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു G 9.81 ഇൻറ്റു എച്ച്. ഓക്കെ, സോ വി ഹാവ് ദ വാല്യൂ ഓഫ് യു വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണെന്നുണ്ടെന്നറിയോ, യുവിൻ്റെ വാല്യൂ ചെയ്ത് നോക്കുമ്പോൾ 36.38 മീറ്റേഴ്സ് പെർ സെക്കൻഡ് കേട്ടോ. യുവും തീരുമാനമായി. ഇനി നമുക്ക് VR1 കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഇപ്പോൾ V1 എന്ന് പറയുന്ന U1 എന്ന് പറയുന്ന സാധനമായി. U1 ഈസ് ഈക്വൽ എത്രയാണ് 36.3. പിന്നെ V1 എന്ന് പറയുന്ന VW1 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണെന്നുണ്ട് V1 ഈസ് ഈക്വൽ ടു 80.86. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് VR1. V1 ഈസ് ഈക്വൽ ടു VW1 അല്ലേ, അതും കൂടെ വേണമെങ്കിൽ എഴുതി വെക്കാം. V1 ഈസ് ഈക്വൽ ടു VW1 വിച്ച് ഈസ് ഈക്വൽ ടു 80.86 meters per second. Now we have VR1. VR1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് നോക്കിക്കഴിഞ്ഞാൽ V1ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക U1 മൈനസ് ചെയ്യുക. V1 മൈനസ് U1 വിച്ച് ഈസ് ഈക്വൽ ടു V1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 80.86 മൈനസ് 36.38. സോ വി ഹാവ് ദ വാല്യൂ ഓഫ് VR1 which is equal to 44.473 meters per second. It's a value of VR1 ആയി. ഇപ്പോൾ VR1 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സാധനം വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുമല്ലേ. ഫൈ നമുക്കുണ്ടല്ലോ, യു നമുക്കുണ്ടല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. VR1 ഇൻറ്റു കോസ് ഫൈ നമ്മൾ കണ്ടുപിടിച്ച് നോക്കുക വിച്ച് ഇസ് ഈക്വൽ ടു VR1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 44.473 into cos phi. What is the value of phi? 15 degree. ഓക്കെ, ഇത് ഞാൻ കണ്ടുപിടിച്ച് നോക്കുക. VR1 cos phi. VR1 cos phi കണ്ടുപിടിക്കുമ്പോൾ ടെസ്റ്റിലില്ലടേ, കണ്ടുപിടിച്ചോട്ടെ. 44.47 into cos 15 42.95 എന്ന് കിട്ടും. യുവിൻ്റെ വാല്യൂ എത്ര, യു ഈസ് ഈക്വൽ ടു 30. അപ്പോൾ യുവിനെ കാട്ടി വലുതാണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ യു. ദെയർഫോർ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. സോ ബീറ്റ ലെസ് ദാൻ 90 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, VR2 എന്ന് പറയുന്നത് ഇങ്ങോട്ട് നിൽക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലുതാക്കണോ, തൂടെ വലുതാക്കാം അല്ലേ. ഇവിടെ നിന്ന് ഇതുവരെ എന്തേ ഉള്ളൂ, ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളൂ യു അല്ലേ, U2. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും V2 ആയിരിക്കും.
V2-നൊരു ഹോറിസോണ്ടൽ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇത്രയേ ഉള്ളൂ U2. ഓക്കെ, അപ്പോൾ V2-നൊരു ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ബീറ്റ ദിസ് ഈസ് എന്താണ് ഹൈ. ഓക്കെ, അയ്യോ ടെസ്റ്റിൽ ഇത് 5=20 എന്ന് എഴുതിയേക്കാണ്. ഇത് 165 മാറി 160 എന്ന് എഴുതിയേക്കുക. അപ്പോൾ അതുകൊണ്ട് ആൻസേഴ്സ് എനിക്കൊരു ഡൗട്ടുണ്ട്, അത് കറക്റ്റാണോ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് ആൻസർ കറക്റ്റ് ആയിരിക്കണം, പ്രിൻ്റ് മിസ്റ്റേക്ക് ആയിരിക്കും അത്. ഓക്കെ, അപ്പം ഇതായി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? V2-ൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് VW2, ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? VF2. ഈ ഒരു വാല്യൂ VF2. ഇത്രയാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? VR1 cos phi എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം. ബീറ്റ ലെസ് ദാൻ 90 വെച്ച് വരച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് VR1 ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് എടുക്കണം? VR2 എന്ന് എടുക്കണം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന സാധനമാണ്. അപ്പോൾ VR1 ഈസ് ഈക്വൽ ടു VR2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ വെലോസിറ്റി റേഷ്യോസ് അതൊന്നും തന്നിട്ടില്ലെങ്കിൽ VR1 ഈസ് ഈക്വൽ ടു VR2 എന്ന് തന്നെ എടുക്കാം. ദാറ്റ് ഈസ് 44.473 മീറ്റേഴ്സ് പെർ സെക്കൻഡ് തന്നെയാണ് VR1 ഈസ് ഈക്വൽ ടു VR2 കിട്ടുന്നത്. ഇനി VR1 ഈസ് ഈക്വൽ ടു VR2 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ മിസ്സിങ് വാല്യൂസ് ലൈക്ക് ഫൈ നമുക്ക് എത്രയെന്നുണ്ട്? വിച്ച് ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി എന്നുണ്ട്. നമുക്ക് VW2 വേണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് V2 വേണം. പിന്നെ അല്ലെങ്കിൽ VW2 വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. VR2 cos phi കിട്ടും, U2 കിട്ടും. VR2 cos phi എന്ന് U2 മൈനസ് ചെയ്താൽ പോലെ. ഇത്രയും വാല്യൂവിൽ നിന്ന് ഇത്രയും സാധനത്തിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? അപ്പോൾ ഇത് ഞാനിപ്പം ABCD എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ AB-യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ഇത് മൈനസ് ചെയ്താൽ VW2 കിട്ടും. VW2 മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക. എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്ത പ്രോബ്ലംസ് വെച്ചിട്ട് അറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ VW2 ഈസ് ഈക്വൽ ടു VR2 cos phi എന്ന് പറയുന്ന AB. ഇവിടെ നിന്ന് ഇതുവരെ AB എന്ന് പറയുന്നതാണ് VR2-ൻ്റെ cos phi നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇത്രയുള്ള U2 മൈനസ് ചെയ്ത് കളയുന്നു. അപ്പോൾ VR2 cos phi എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 42.95 എന്ന് പറയുന്ന സാധനം. VR1 ഈസ് ഈക്വൽ ടു VR2 ആയതുകൊണ്ടാണ് VR2 cos phi. ഇത് ആക്ച്വലി VR2 cos phi ആണ് നമുക്കിവിടെ ചെയ്ത് നോക്കേണ്ടത്. VR1 ഈസ് ഈക്വൽ ടു എന്താണ്? VR2 ആയതുകൊണ്ടാണ്. ഇപ്പോൾ VR1 ഈസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു VR2 അല്ലെങ്കിൽ VR1 ഇൻറ്റു എ പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു VR2 എന്ന് പറഞ്ഞെടുത്താൽ ആ കിട്ടുന്ന VR2 ഇൻറ്റു cos phi ചെയ്ത് നോക്കിയിട്ടാണ് ഈ ബീറ്റയുടെ കാര്യം എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. കയറുന്നുണ്ട് ഏതാണ്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ VW ഈസ് ഈക്വൽ ടു VR2 cos phi മൈനസ് U2. അപ്പോൾ അത് 42.95 മൈനസ് U2-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 36. എത്രയാണ്? 638 വിച്ച് ഈസ് ഈക്വൽ ടു 6.57 എന്ന് കിട്ടും VW2-ൻ്റെ വാല്യൂ. വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. VW2-ൻ്റെ വാല്യൂ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? 0.57 കിട്ടി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ ബൈ ജെറ്റ് ഓൺ ദ റണ്ണർ പെർ സെക്കൻഡ്. അപ്പോൾ റണ്ണറിലേക്ക് ജെറ്റ് ചെയ്യുന്ന വർക്ക്, അതായത് നമ്മുടെ കുറേ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വാട്ടർ പവർ, റണ്ണർ പവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബെൽട്ടൺ വീലിൽ നമ്മൾ എന്ത് പറഞ്ഞു? വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണെങ്കിലാണ് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത്. ഇത് എഫിഷ്യൻസിയിലല്ലേ അവിടെ റണ്ണർ പവർ. നെറ്റ് ഹെഡ് ഉണ്ട്, HF ഉണ്ട്. പിന്നെ നമ്മൾ വാട്ടർ പവർ ചെയ്യാനായിട്ട് ρg QH/1000 വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡിറ്റർമിൻ ദ പവർ ഗിവൺ ബൈ ദ വാട്ടർ ടു ദ റണ്ണർ. വാട്ടർ റണ്ണറിന് കൊടുത്ത പവർ, ദാറ്റ് മീൻസ് റണ്ണർ പവർ അല്ലേ ചോദിച്ചിരിക്കുന്നത്? അതാ റണ്ണർ പവറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വാട്ടർ റണ്ണറിന് കൊടുത്തത് എന്ന് പറഞ്ഞാൽ റണ്ണറിന് കിട്ടിയ പവർ. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ദ റണ്ണർ പവർ. അപ്പോൾ റണ്ണർ പവറിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ബാക്കി മിസ്സിംഗ് ഡേറ്റാസൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കട്ടോ, അതൊക്കെ ചോദിക്കും. അപ്പോൾ റണ്ണർ പവറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ളത് അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക. അപ്പോൾ ഇത് റണ്ണർ പവറിൻ്റെ ഇക്വേഷനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പം അല്ലെങ്കിൽ റണ്ണർ പവറിന് നമ്മൾ വേറൊരു ഇക്വേഷൻ നമ്മൾ ബെൽട്ടൺ വീലിൽ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് റണ്ണർ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുണ്ടായിരുന്നു. വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ ഒരു സംഭവം വേണമെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്യാം. വർക്ക് ഡൺ പെർ സെക്കൻഡ് ഇതാണ് ഇക്വേഷൻ അല്ലേ?
അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്, അതാണ് നമ്മുടെ റണ്ണർ പവർ എന്ന് പറയുന്നത് ഈ ഒരു സാധനം അല്ലേ, ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇതേ സാധനം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ജി അങ്ങ് പോകും, റോ എ വി 1 ഇൻറ്റു ജി ബൈ ജി എന്ന് പറയുന്ന സാധനം. ഇത് രണ്ടും ഒരേ ഇക്വേഷൻ ആണെന്നൊക്കെ ഉള്ളത് അറിയാമല്ലോ, നമ്മൾ അപ്പോഴും പറഞ്ഞതാണ്. അപ്പോൾ റണ്ണർ പവറിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതുന്നു. റോ എ വി 1 ഇൻറ്റു എന്താണ് വി ഡബ്ല്യു 1 പ്ലസ് വി ഡബ്ല്യു 2. ഇത് എനിക്കിപ്പോൾ റിലേറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാര്യം ഒരുപാട് ആളായി ഇത് നോക്കിയിട്ട്. ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു സംഭവം കണ്ടിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമേ ഇത് കാണാതിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം, എന്തായാലും നമ്മൾ പഠിച്ച സാധനം ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തതിന് ശേഷം, പെട്ടെന്ന് ഓടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇത് വീണ്ടും എന്താ പറയുക നോക്കാവൂ, ഈ ഒരു പോർഷൻ നോക്കാവൂ. പക്ഷേ ആ ഒരു ഫ്ലോയിൽ പോയിരുന്നെങ്കിൽ ഇതൊരു 5 മിനിറ്റ് പോലും പറയാനില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും പറയുന്നതുകൊണ്ടാണ് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റിനോടെ ഞാൻ പറഞ്ഞ സാധനങ്ങൾ എനിക്കും ഒന്ന് റിലേറ്റബിൾ ആവണം, അല്ലെങ്കിൽ എനിക്കും ഒന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയം എടുത്ത് ചിന്തിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ റണ്ണർ പവർ പല ഇക്വേഷൻസ് ഉണ്ട്, എല്ലാം ഒന്നാണെന്നുള്ളതും ആലോചിച്ചോളണം. റണ്ണർ പവറിൻ്റെ എല്ലാ ഇക്വേഷൻ ഒന്നാണ്. ഇതേ ഇക്വേഷൻ തന്നെയാണ് എന്താണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കിലോ വാട്ടിലാകുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്തിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, ഇത് വാട്ടർ പവർ റണ്ണർ പവർ 1000 ഡിവൈഡ് ബൈ 1000 ഇല്ലാത്തതിന് കാര്യം രണ്ടും വാട്ടിലാണ് നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഇവിടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്ത് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, റോ ജി ക്യൂ റോ എ വി 1 വി ഡബ്ല്യു 1 പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു 2 ഇൻറ്റു യു അല്ലേ. അപ്പോൾ ഇത് വി ഡബ്ല്യു 1 യു 1 പ്ലസ് വി ഡബ്ല്യു 2 യു 2 പ്ലസ് ഉപയോഗിക്കാമല്ലോ, കാര്യം ബീറ്റ എന്ന് പറഞ്ഞാൽ <90 ആയതുകൊണ്ട്. ഇനി എ ഇൻറ്റു വി 1 ആണ് ഈ പറഞ്ഞേക്കുന്ന സാധനം, അതായത് ഏരിയ ഓഫ് ദ ജെറ്റ് ഇൻറ്റു വെലോസിറ്റി അല്ലേ അവിടുത്തെ എന്തെന്ന് പറയുന്ന ഡിസ്ചാർജ്. അപ്പം ഇതിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. റണ്ണർ പവർ ഇത് വാട്ട്സിലാണ്, ഇത് കിലോ വാട്ടിലാക്കണമെങ്കിൽ ഇതിന് മൊത്തത്തിൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തോളണം, 1000 എന്ന് പറയുന്ന സാധനം ചെയ്തോളണം. ദാറ്റ് ഈസ് റോ എന്ന് പറയുന്നത് 1000 ആണ്, നമുക്ക് വാട്ടറിൻ്റെ 1000 ആണ്. എ ഇൻറ്റു വി എന്ന് പറയുന്നത് എത്രയാണ്, 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് ഡയറക്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വി ഡബ്ല്യു 1 ഈസ് ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയെന്നറിയാം, 80.86 ആണെന്നറിയാം. പ്ലസ് വി ഡബ്ല്യു 2 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എത്രയാണെന്നറിയാം, 6.67 ആണെന്നറിയാം. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈഡ് വിത്ത് യു എന്ന് പറയുന്നത് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 36.38 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, 1000 ചെയ്യുക. സോ ദെൻ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ റണ്ണർ പവർ ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും കിട്ടുമെന്നാണ് ടെസ്റ്റ് പറയുന്നത്, 6362.63. ഈ 63 തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ നോക്കണ്ട കേട്ടോ. 63 നിങ്ങോട്ട് തുടങ്ങി ഇത്രയും കിലോ വാട്ട്, 1000 ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ വാട്ട്സിൽ എഴുതണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. നൗ അപ്പോൾ നമുക്ക് റണ്ണർ പവർ കിട്ടി. ഹൈഡ്രോളിക് എഫിഷ്യൻസി, വി ഹൗ ടു ഫൈൻഡ് ദ ഹൈഡ്രോളിക് എഫിഷ്യൻസി. ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ കേസിൽ ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ഇക്വേഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി ഡബ്ല്യു 1 വി ഡബ്ല്യു 2 കിടക്കുന്നത് 2 ഇൻറ്റു എന്താണ് വി ഡബ്ല്യു 1 പ്ലസ് വി ഡബ്ല്യു 2 ഡിവൈഡഡ് ബൈ വി 1 സ്ക്വയർ ഇൻറ്റു യു അല്ലേ. ഇതിലെല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. 2 ഇൻറ്റു വി ഡബ്ല്യു 1 80.86 പ്ലസ് വി ഡബ്ല്യു 2 6.67, ബീറ്റ ലെസ് ദാൻ 90 ആയതുകൊണ്ടാണ് പ്ലസ് വന്നത്, ഇൻറ്റു യു 36.38 ഡിവൈഡഡ് ബൈ വി 1 സ്ക്വയർ. വാട്ട് ഈസ് വി 1? വി 1 80, ദാറ്റ് ഈസ് 80.86 സ്ക്വയർ. So then we will get the hydraulic efficiency is equal to 0.9731, which will be equal to 97.3%. So we have the answer. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി ആയി, നമുക്ക് റണ്ണർ പവറായി. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന റണ്ണർ പവറിൻ്റെ ഇക്വേഷൻ 2 മാർക്ക് ഉണ്ടാവും, ഇത് കണ്ടുപിടിക്കുന്നതിന് 2 മാർക്ക് ഉണ്ടാവും, 4 മാർക്കായി. ഇതിനൊരു ഫിഗർ വരയ്ക്കുന്നതിന് 3 മാർക്ക് ഉണ്ടാവും, 7 മാർക്കായി. പിന്നെ നമുക്ക് ഈ വെലോസിറ്റീസ് ഇപ്പം സപ്പോസ് ഫിഗർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബീറ്റ കണ്ടുപിടിക്കുന്നത് അതിൽ പെടും കേട്ടോ. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം കൂടെ എത്ര ഉണ്ടാവും, ഒരു 3 മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ഒരു 3 മാർക്ക് ഉണ്ടാവും. മൊത്തത്തിൽ ഒരു 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഇതിപ്പോൾ 8 മാർക്കിന് ചോദിച്ചാൽ അതിന് റെസ്പെക്റ്റീവായിട്ട് എന്താണ് ഇത് കുറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സംഭവം. അങ്ങനെ ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ പെൽട്ടൺ വീൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എ പെൽട്ടൺ വീൽ ഈസ് വർക്കിംഗ് അണ്ടർ എ ഗ്രോസ് ഹെഡ് ഓഫ് 400 millimeter, 400 meter ആണല്ലേ ഞാനവിടെ. പെൽട്ടൺ വീൽ ഈസ് വർക്കിംഗ് അണ്ടർ എ ഗ്രോസ് ഹെഡ് ഓഫ് 400 meter. ദാറ്റ് മീൻസ് HG ഈസ് ഈക്വൽ ടു 400 meter.
The water is supplied through the penstock of diameter d, capital D, penstock diameter d is equal to 1 meter and length of 4 kilometer. അപ്പോൾ ലെങ്ത് ഓഫ് ദി പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ അറിയാലോ, വീണ്ടും കാണിച്ചിട്ടുണ്ടല്ലോ, 4 കിലോമീറ്റർ. 4 ഇൻറ്റു കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻³ കൊണ്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫ്രം റിസർവോയർ ടു പെൽട്ടൺ വീൽ ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ദ പെൻസ്റ്റോക്ക് ഈസ് ഗിവൻ. എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 0.008 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദി ജെറ്റ് ഓഫ് വാട്ടർ ഓഫ് ഡയമീറ്റർ 150 millimeter സ്ട്രൈക്സ് ദ ബക്കറ്റ്സ് ഓഫ് ദി ജെറ്റ് ഓഫ് വാട്ടർ having diameter എത്രയാണ്, 150 millimeter. That means small letter d is equal to 0.15 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. Strikes the buckets of the wheel and jet deflected through an angle of 165 degree. That is phi is equal to 180 minus 165 degree, which is equal to 15 degree. The relative velocity of water at outlet is reduced by 15% due to friction between the inside surface of the buckets and water. The relative velocity of water at outlet is reduced by 15% due to friction. And 15% എന്ത് ചെയ്യുന്നു, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് എന്ത് ചെയ്യപ്പെടുന്നു, റെഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15% ഓഫ് വാട്ടർ റിലേറ്റീവ് വെലോസിറ്റി റെഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം VR2 ആണല്ലോ റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. റിലേറ്റീവ് വെലോസിറ്റി VR2, വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് എന്ന് പറയുന്നത് VR1 ആണല്ലോ. സാധാരണ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ VR1 ഈസ് ഈക്വൾ ടു VR2 അല്ലെങ്കിൽ VR2 ഈസ് ഈക്വൾ ടു VR1 എന്ന് എടുത്തേ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് ദാറ്റ് ഈസ് VR2 ഈസ് റെഡ്യൂസ്ഡ് ടു എന്നല്ല, അതായത് 15% ആയി എന്നല്ല പറഞ്ഞേക്കുന്നത്. 15% 100% നിന്ന് 15% കുറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. റെഡ്യൂസ്ഡ് ബൈ എന്ന് പറയുന്ന വാക്ക് വേർഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് 15% കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 100%-ൽ 15% കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്ര പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ, 85% ഓഫ് എന്തേ ഉള്ളൂ, VR1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് മനസ്സിലാക്കിയിരിക്കണം. ബാക്കിയൊക്കെ പഴയ പോലെ ചെയ്യുന്നത്. between the inside surface of the buckets and water, if the velocity of the bucket is 0.45 times the jet velocity at inlet. Jet velocity at inlet എന്ന് പറയുന്നത് എന്താണ്, V1 ആണ്. അതിൻ്റെ എത്ര ടൈംസ്, 0.45 ടൈംസ്, അതായത് 0.45 ടൈംസ് ഈക്വൽ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ബക്കറ്റിൻ്റെ വെലോസിറ്റി, സ്മാൾ ലെറ്റർ യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു η m, മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 85% എന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിൻ ദ പവർ ഗിവൺ ടു ദ റണ്ണർ, ദാറ്റ് മീൻസ് റണ്ണർ പവർ കണ്ടുപിടിക്കണം, ഷാഫ്റ്റ് പവർ കണ്ടുപിടിക്കണം, ഹൈഡ്രോളിക് എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ആദ്യം പറഞ്ഞിരുന്ന കുറേ സാധനങ്ങളാണ്. നമ്മുടെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ലെങ്ത് ഓഫ് പെൻസ്റ്റോക്കും അതിൻ്റെ ഡയമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സാധനമാണ്, ഫ്രിക്ഷണൽ ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സാധനമാണ്. നമുക്ക് HF എന്ന് പറയുന്ന സാധനം, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, HF എന്ന് പറയുന്ന സാധനം, HF എന്ന് പറയുന്ന സാധനം നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, 4FLV²/2G ഇൻറ്റു എന്തെന്ന് പറയുന്നു, D എന്ന് പറയുന്നത് V² എന്ന് പറയാം. അപ്പം ഇവിടെ 4FLV²/2GD എന്ന് പറയുന്ന സാധനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെൻസ്റ്റോക്ക്, അതായത് പെൻസ്റ്റോക്കിൽ നിന്ന് എന്താണ് ഇവിടെ വന്നിട്ട് നോസിലിൻ്റെ ഔട്ടിൽ നിന്നാണ് നമ്മൾ എന്തിൽ വരുന്നത്, ഇതാണ് നമ്മുടെ പെൻസ്റ്റോക്ക് അല്ലേ. ഇപ്പോൾ ഡാമിൽ നിന്ന് തുടങ്ങി ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് എന്തിലേക്ക് പെൽട്ടൺ വീലിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പെൻസ്റ്റോക്കിൻ്റെ ലെന്താണ് ഈ L എന്ന് പറയുന്നത്, F എന്ന് പറയുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഈ പെൻസ്റ്റോക്കിൽ കൂടെ ഉള്ള വെലോസിറ്റിയാണ് V* എന്ന് പറയുന്ന സാധനം. G എന്ന് പറയുന്ന ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, D എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദ എന്താണ്, പെൻസ്റ്റോക്ക്. അങ്ങനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ലോസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ലോസ് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, HF കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഗ്രോസ് ഹെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഹെഡ് H ഈസ് ഈക്വൽ ടു HG മൈനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, HF ചെയ്യാൻ പറ്റത്തുള്ളൂ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ HF വേറെ രീതിയിലാണ് തന്നിരുന്നത്. ഇവിടെ നമുക്ക് ഡാർസിസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഈ ഒരു സാധനത്തിൽ നമുക്ക് ഇവിടെ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി L നമുക്ക് ലെന്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, F തന്നിട്ടുണ്ട്, ബട്ട് V* എന്ന് പറയുന്നത് അറിയത്തില്ല. അതായത് പെൻസ്റ്റോക്കിൽ കൂടെ ഉള്ള അതിൻ്റെ വെലോസിറ്റി അറിയത്തില്ല. അപ്പോൾ ആ വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് ത്രൂ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പറയാൻ പറ്റും, പെൻസ്റ്റോക്കിൽ കൂടെ ഉള്ള ഡിസ്ചാർജിൻ്റെ വാല്യൂ, അതിൽ ഏരിയൻ്റെ വെലോസിറ്റി എഴുതത്തില്ലേ, ഡിസ്ചാർജ് ത്രൂ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് stock is equal to discharge through
എന്തെന്ന് പറയാം, പെൻസ്റ്റോക്കിൽ കൂടെ ഉള്ള ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും ഡിസ്ചാർജ് ചെയ്തു എന്തെന്ന് പറയാൻ പറ്റും, നോസിൽ. അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പം ഏരിയ അല്ലെങ്കിൽ എ സ്റ്റാർ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി, ഏരിയ ഇൻറ്റു എ സ്റ്റാർ ഇൻറ്റു വി സ്റ്റാർ എന്ന് പറഞ്ഞാൽ പെൻസ്റ്റോക്കിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു പെൻസ്റ്റോക്കിൽ കൂടെ ഉള്ള വെലോസിറ്റി വിസ് ഈക്വൽ ടു നോസിൽ കൂടെ ഉള്ള ഏരിയ, നോസിലിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നോസിലെ ഡിസ്ചാർജ് നോക്കിയാൽ മതി, ജെറ്റിൻ്റെ ഏരിയ ഇൻറ്റു അവിടുത്തെ എന്താണ് വെലോസിറ്റി. അതായത് അവിടുത്തെ ജെറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, V1 എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കിപ്പോൾ വി സ്റ്റാർ എന്ന് പറയുന്ന സാധനം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വി സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഹൗ കുഡ് യു ഫൈൻഡ് വി സ്റ്റാർ? വി സ്റ്റാർ കണ്ടുപിടിക്കുന്നത്, വി സ്റ്റാർ V1 നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ടാണ്, ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് V1 തന്നെ കണ്ടുപിടിക്കാം. വി സ്റ്റാർ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ എൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ π/4d² അല്ലേ, അതായത് π/4 ഡയമീറ്റർ ഓഫ് ദ ജെറ്റിൻ്റെ, ഇവിടെ എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പെൻസ്റ്റോക്കിൽ കൂടെ ഉള്ള എന്താണ്, പെൻസ്റ്റോക്കിൻ്റെ ഏരിയ ആണ്. അപ്പോൾ പെൻസ്റ്റോക്കിൻ്റെ ഡയമീറ്ററിൻ്റെ സ്ക്വയർ ആയിരിക്കണം കൊടുക്കേണ്ടത് ഇൻറ്റു വി സ്റ്റാർ വിച്ച് ഇസ് ഈക്വൽ ടു ഏരിയ π/4 ഏരിയ ജെറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ജെറ്റിൻ്റെ ഡയമീറ്റർ കൊടുക്കുക d² ഇൻറ്റു ജെറ്റ് കൂടെ ഉള്ള വെലോസിറ്റി, ജെറ്റിൻ്റെ വെലോസിറ്റി V1. ഓക്കെ, ഇവിടെ നമുക്ക് വി സ്റ്റാർ ആണ് വേണ്ടത്. π/4 വെട്ടിക്കളഞ്ഞു. ഇവിടെ നിന്ന് വി സ്റ്റാർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ d² കൂടെ അകമ്പുറത്തുണ്ടായാൽ സ്മാൾ d² ബൈ എന്താണ് ക്യാപിറ്റൽ d² ഇൻറ്റു V1 എന്ന് കിട്ടും. സ്മാൾ d² എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.15ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ d² എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ ഇൻറ്റു V1. അപ്പോൾ വി സ്റ്റാർ ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടുമെന്നറിയോ, 0.0225 V1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ വി സ്റ്റാറിന് പകരം 0.0225 V1 എന്ന് പറയുന്ന വാല്യൂ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചു. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, HFൻ്റെ വാല്യൂ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ആ സാധനം നമ്മൾ അവിടേക്ക് അങ്ങനെ അങ്ങ് വെച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വി സ്റ്റാറിൻ്റെ വാല്യൂ ഇങ്ങനെ അറിയാമെങ്കിൽ HFൻ്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0.008. നിങ്ങൾക്ക് ഇത്രയും പാടുള്ള തന്നെ ചോദിക്കാൻ ഡൗട്ട് ചാൻസ് കുറവാണ്. V1 ഒക്കെ തന്നിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇൻറ്റു ലെന്ത് എന്ന് പറയുന്നത് എന്താണ്, 4 ഇൻറ്റു 10⁻³ ഇൻറ്റു വി സ്റ്റാർ സ്ക്വയറിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക, ഇതിൻ്റെ സ്ക്വയർ കൊടുക്കുക 0.0225 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു V1ൻ്റെ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9.81 ഇൻറ്റു ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, വലിയ ഡയമീറ്റർ 1 മീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കിവിടെ എത്ര വാല്യൂ ആണ് അവിടെ വരുന്നത് എന്ന് ടെസ്റ്റിലില്ല, ചെയ്ത് നോക്കാം. ഓക്കെ, 4 ഇൻറ്റു 0.008 ഇൻറ്റു 4 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.00225 ഇൻറ്റു സ്ക്വയർ ഇൻറ്റു സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ സാധനം 2 ഇൻറ്റു 9.81 ഇൻറ്റു 1 2000. അപ്പോൾ 3.30 ഇൻറ്റു 10⁻³ എന്താണ്, V1 സ്ക്വയർ ആണ്. നമുക്ക് എന്ത് കിട്ടി, HF എന്ന് കിട്ടി. നമുക്കിനി ക്യാപിറ്റൽ ലെറ്റർ H എങ്ങനെ കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ ലെറ്റർ H ഈസ് ഈക്വൽ ടു HG മൈനസ് എന്താണ് HF ആണ്. HG എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, HG ഈസ് ഈക്വൽ ടു 400 മൈനസ് HF എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 3.30 ഇൻറ്റു 10⁻³ V1 സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് V1 സ്ക്വയർ കണ്ടുപിടിക്കണം. ഹൗ കുഡ് യു ഫൈൻഡ് V1 സ്ക്വയർ? V1 സ്ക്വയർ കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗ്ഗം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, എച്ചിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം H ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം, H അല്ലെങ്കിൽ V1 ഇസ് ഈക്വൽ ടു √2GH. അതായത് നമുക്ക് CV എന്ന് ഇവിടെ അതിനകത്തുണ്ട്, √2GH എന്ന് എടുക്കാം. V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് ആലോചിച്ചോക്കെ, 2 ഇൻറ്റു G ഇൻറ്റു H എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. ആ ഒരു സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇവിടെ ഓൾറെഡി V1 കണ്ടുപിടിച്ചാലും മതി, നമുക്ക് ഈ എച്ചിൻ്റെ സ്ഥലത്ത് ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്ന് പക്ഷേ അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ H കണ്ടുപിടിച്ചിട്ട് ഈ നെറ്റ് ഹെഡ് കണ്ടുപിടിച്ചതിന് ശേഷം V1ലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം നെറ്റ് ഹെഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് H കിട്ടൂലേ. H കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുത്ത് നമുക്ക് V1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് 2 ഇൻറ്റു G ഇൻറ്റു H എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ H ഈസ് ഈക്വൽ ടു 400 മൈനസ് 3.3 ഇൻറ്റു 10⁻³ ഇൻറ്റു V1 സ്ക്വയർ. വാട്ട് ഈസ് V1 സ്ക്വയർ? V1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 9.81 ഇൻറ്റു എന്താണ് H എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻറ്റു 2 ഇൻറ്റു എന്ത് ചെയ്യുന്നു
9.81 കൂടി ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു 400 മൈനസ് 0.064 എച്ച് എന്ന് കിട്ടും. ഈ എച്ച് ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? എച്ച് പ്ലസ് 0.064 എച്ച് ഈസ് ഈക്വൽ ടു 400 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1.064 എച്ച് ഈസ് ഈക്വൽ ടു 400 എന്ന് കിട്ടും. ഇവിടെ നിന്ന് എച്ച് ഈസ് ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ ചെയ്താൽ പോരെ. അപ്പം 400 ഡിവൈഡഡ് ബൈ എന്താണ് 1.064 എന്ന് പറയുന്ന സാധനം വിച്ച് ഇസ് ഈക്വൽ ടു 375.9 മീറ്റർ എന്ന് കിട്ടും. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞാലോ നെറ്റ് ഹെഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നെറ്റ് ഹെഡ് കണ്ടുപിടിക്കാം. വെലോസിറ്റി v1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് തന്നെയാണ് നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സാധനം തന്നെയാണ് റൂട്ട് ഓഫ് 2gh. ദറ്റ് ഈസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു 375.9 വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റു 9.81 ഇൻറ്റു 2 ഇതെടുത്തിട്ട് റൂട്ട് ഓഫ് ദി ആൻസർ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു v1ൻ്റെ വാല്യൂ ശരിയായി 85.88 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങളുടെ ടെസ്റ്റിൽ വേറെ രീതിയിലാണ്, ബെൻസാൽ സാറിൻ്റെ ടെസ്റ്റിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കി ചെയ്യുന്നത്. അപ്പോൾ അതിൽ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വേറെ രീതി എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ ആ പറയുന്ന കൺസെപ്റ്റ് രണ്ടും ഒന്നാണ്, രണ്ടും സെയിം സാധനമാണ്. പക്ഷേ ബെർണോളിസ് ഇക്വേഷൻ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ ക്വസ്റ്റിനുമായിട്ടൊക്കെ ഒന്ന് റിലേറ്റബിൾ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് നിങ്ങളുടെ പ്രശ്നം. ബാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, നേരത്തെ പോലെ തന്നെയാണ്. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിൽ വ്യത്യാസങ്ങൾ വരുന്നത് ഇനി നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം, കൂടെ അങ്ങ് ചെയ്യാമല്ലേ. ബാക്കി v1 ആയി. അപ്പോൾ ഇനി നമുക്ക് എന്താണ് നമുക്ക് അറിയേണ്ടത്? നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ ബക്കറ്റ്സ് ഞാൻ വരച്ചു, 2 ബക്കറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ വരച്ചു. ഈ 2 ബക്കറ്റ്സ് വരച്ചതിന് ശേഷം എന്താണ് ഇവിടുത്തെ ഇൻലെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് v1, ഇവിടെ നിന്ന് ഇത്രയും ഉണ്ട്. എന്ത് ചെയ്യുന്നു, ഇൻലെറ്റ് ബക്കറ്റ് വെലോസിറ്റി u1 ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ബാക്കിയുള്ള ഈ സാധനം എന്ന് പറയുന്നത് എന്താണ് vr1 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും vr1, ഇവിടെ നിന്ന് ഇത്രയും v1. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് v1 നമുക്കുണ്ട്. u1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. v1ൻ്റെ എത്ര പെർസെൻ്റ് ആണ്? 0.45 ഇൻറ്റു ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ u1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കഴിയാം 0.45 ഇൻറ്റു v1 എന്ന് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 85.88 ഇൻറ്റു എന്താണ് 0.45 എന്ന് കിട്ടും. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് u1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു 0.45 u1 ഈസ് ഈക്വൽ ടു u2 എത്ര കിട്ടും? 38.64 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് u1ൻ്റെ വാല്യൂ. ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കാം u2. u1 u2 തമ്മിൽ വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്ത പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് 5 ഉണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം പഴയ പോലെ തന്നെ അല്ലേ. നമുക്ക് vr1 കണ്ടുപിടിച്ചൂടെ? vr1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ മതി? vr1 ഈസ് ഈക്വൽ ടു v1 മൈനസ് u1 ആണ്. v1 എന്ന് പറയുന്നത് എത്രയാണ്? 85.88 മൈനസ് u1 വിച്ച് ഈസ് ഈക്വൽ ടു u1 എന്ന് പറയുന്നത് എത്രയാണ്? 38.64. സോ മൈനസ് 85.88 ചെയ്യുമ്പോൾ the value will be 47.23 meters per second. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? vr1 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. ഇനി vr1 അറിയാമെങ്കിൽ vr2 കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഡയറക്റ്റ് അല്ല, vr1 ഈക്വൽ ടു vr2 എന്നല്ല ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. vr2 എന്ന് പറയുന്നത് 85% ഓഫ് vr1 ആയി, അത് 15% കുറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ vr2 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എഴുതുമ്പോൾ vr2 ഈസ് ഈക്വൽ ടു 85%, അതായത് 0.85 ഇൻറ്റു vr1 വിച്ച് ഇസ് ഈക്വൽ ടു 0.85 ഇൻറ്റു vr1 എത്രയാണ്? 47.23. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റു 0.85, അപ്പോൾ 40 പോയിൻ്റ് എത്രയായി മാറും? 14 മീറ്റർ പെർ സെക്കൻഡായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ്, എല്ലാ ചേഞ്ചസും കൂടെ ചേർത്തൊരു ക്വസ്റ്റ്യൻ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിങ്ങൾ ബീറ്റ കണ്ടുപിടിച്ച് നോക്കുക. ബീറ്റ കണ്ടുപിടിച്ച് പോകുമ്പോൾ ലെസ് ദാൻ 90 വരുന്ന കേസിലാണ്. അപ്പോൾ ഞാനതിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? vr2, ഇപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ u2, ഇവിടെ നമുക്ക് v2 വരും. ഇതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് vw2, ഇതിനൊരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് vf2, ഇത് പെർപെൻഡിക്കുലർ ഈ ഒരു സാധനം, ഈ ഒരു സാധനം. ഓക്കെ, സോ ഹിയർ വി ഹാവ് ബീറ്റ, ഹിയർ വി ഹാവ് 5. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി സാധനങ്ങളെ കണ്ടുപിടിക്കാം. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി എന്നുണ്ട്.
അപ്പോൾ നമുക്ക് VW2 വേണമെങ്കിൽ നേരത്തെ ചെയ്തൂടെ, VR2 cos phi. അതായത് VW2 എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് അങ്ങ് എഴുതുക, പിന്നെ വീണ്ടും പറയുന്നില്ല. VR2 cos phi മൈനസ് U2. അതായത് VR2 എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്നുണ്ട്, 40.14 ആണോ, 14 ഇൻറ്റു cos 15 മൈനസ് U2. U2 എന്ന് പറഞ്ഞാൽ 38.64 അല്ലേ, 38 U1 ഈക്വൾ ടു U2. ഇത് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ വാല്യൂ നോക്കട്ടെ, VW2ൻ്റെ വാല്യൂ 0.143 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, V1 ഈസ് ഈക്വൾ ടു VW1 ആണെന്ന് നമുക്കറിയാമല്ലോ, V1 ഈസ് ഈക്വൾ ടു VW1 എന്നാണ്. അപ്പോൾ അത് വളരെ ചെറുതായിപ്പോയി അല്ലേ, കുഴപ്പമില്ല, കിട്ടുന്ന ആൻസർ അത് തന്നെയാണ്, മനസ്സിലാതെ. പിന്നെ അടുത്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്ത് കണ്ടുപിടിക്കുക, വർക്ക് ഡൺ. നേരത്തെ പോലെ തന്നെയാണ്, ഹൈഡ്രോളിക് എഫിഷ്യൻസി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഞാൻ ഒന്നും പറയുന്നില്ല, അത് സ്വന്തമായിട്ടങ്ങ് ചെയ്തേ പറ്റൂ. എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, ഷാഫ്റ്റ് പവർ, റണ്ണർ പവറിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റണ്ണർ പവർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൾ ടു നേരത്തെ ചെയ്ത പോലെ എന്താണ്, റോ എ V1 ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു എന്താണ് U ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കുക, 1000, ഒരു പൂജ്യം കൂടി പോയി, കിലോ വാട്ട്, അത്രയും കിലോ വാട്ടിൽ കൊടുക്കുക, ഡയറക്റ്റ് ആൻസർ കിട്ടും. ആൻസർ മാത്രം ഞാൻ എഴുതി പോകാം കേട്ടോ, 5033.54 കിലോ വാട്ട് എന്ന് കിട്ടും. ഇനി അടുത്ത ഷാഫ്റ്റ് പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മുടെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 84% എന്ന് പറഞ്ഞിട്ടില്ലേ, എത്ര മെക്കാനിക്കൽ എഫിഷ്യൻസി, 85%. മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതായത് ഷാഫ്റ്റ് പവർ ബൈ എന്താണ്, റണ്ണർ പവറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഷാഫ്റ്റ് പവർ കണ്ടുപിടിക്കാൻ മെക്കാനിക്കൽ എഫിഷ്യൻസീനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റണ്ണർ പവർ ഉണ്ട്. മെക്കാനിക്കൽ എഫിഷ്യൻസി എത്ര, 85%. റണ്ണർ പവർ എത്രയാണ്, ഈ സാധനമാണ്, അതായത് 5033.54. അപ്പോൾ ഇത്രയും കിലോ വാട്ടെന്ന് കിട്ടും. അത്രയും കിലോ വാട്ടെന്ന് പറഞ്ഞാൽ 4278.5 കിലോ വാട്ട്സ് എന്ന് കിട്ടും. ഇനി അടുത്ത രണ്ടാമത്തേതായി, ഇനി അടുത്ത മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അറിയാലോ, 2 ഇൻറ്റു VW1 പ്ലസ് VW2 ഇൻറ്റു U ഡിവൈഡഡ് ബൈ എന്താണ് V1 സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 90.14% എന്ന് പറയുന്ന സാധനം. ഇനി ഓവറാൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്താണ് നാലാമത്തെ സാധനം, ഓവറാൾ എഫിഷ്യൻസി ഈസ് ഈക്വൾ ടു മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു ഹൈഡ്രോളിക് എഫിഷ്യൻസിയാണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി എത്രയെന്ന് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 76.62% എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ പവർ ഗിവൺ ബൈ, എവിടെ ടെക്സ്റ്റ്, determine the power given by the jet of water to runner of the Pelton wheel which is having tangential velocity as 20 meter per second. That means tangentially inlet velocity ആണല്ലോ tangential velocity എന്ന് പറയുന്നത്, which is equal to tangentially വന്ന് കയറുവാണ് പെൽട്ടൺ വീലിൻ്റെ വെലോസിറ്റി, ഇൻലെറ്റിലാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് പെൽട്ടൺ വീൽ വിച്ച് ഹാവിങ് ടാൻജൻഷ്യൽ വെലോസിറ്റി ആസ് എത്രയാണ്, 20 meter per second. അതായത് ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദ വീലാണ്, അതായത് ഇവിടെ ആലോചിച്ചോളാം, റണ്ണർ ഓഫ് എ പെൽട്ടൺ വീൽ, റണ്ണറിനാണ് ടാൻജൻഷ്യൽ വെലോസിറ്റി, റണ്ണറിൻ്റെ വെലോസിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ U എന്നായിട്ട് എടുക്കാവൂ, ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞ് V ആയിട്ട് കൺസിഡർ ചെയ്ത് കളയരുത്. ദി നെറ്റ് ഹെഡ് ഓൺ ദ ടർബൈൻ ഈസ് 50 meter. ദാറ്റ് മീൻസ് ഡയറക്റ്റ് H തന്നിട്ടുണ്ട്, നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടി ഇരുന്ന ഉടായ്പകളൊന്നും ഇപ്പോൾ ചെയ്യേണ്ടി വരത്തില്ല. And discharge through the jet water is discharge is equal to 0.03 meter cube per second. The side clearance angle is 15 degree and CV is equal to side clearance angle എന്ന് പറഞ്ഞാൽ 5 ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആലോചിച്ചിരിക്കുക, 15 degree. ഇപ്പോൾ ചെറിയൊരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. CV എന്നിട്ടുണ്ട്, CV is equal to point എത്രയാണ്, 975. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഫൈൻഡ് V1 ബൈ ദ ഇക്വേഷൻ റൂട്ട് ഓഫ് CV ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു G ഇൻറ്റു H. ഓക്കെ, CV എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, 0.975 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു H. വോട്ട് ഈസ് H? 58. അപ്പോൾ V1ൻ്റെ വാല്യൂ അത് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 30.54 meters per second എന്ന് കിട്ടും. സോ വി ഹാവ് V1. ഇനി നമുക്ക് V1 വെച്ചിട്ട് നമുക്ക് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുമ്പോഴത്തേക്ക് ബക്കറ്റ്സ് വരച്ചു. അപ്പോൾ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ V1 ആണ് ഇവിടെ നിന്ന് ഇതുവരേക്കുള്ളത്. ഇവിടെ നിന്ന് ഇതുവരെ എന്താണ് U1 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള VR1 ആണ്. സോ വി ക്യാൻ ഫൈൻഡ് VR1 is equal to V1 minus U1. U1 is equal to U2 is equal to 20 meter per second. 20 meter per second തന്നിട്ടുണ്ട്. അപ്പോൾ V1 മൈനസ് U എന്ന് പറയുന്നിട്ട് അപ്പോൾ എത്ര വേണ്ടി വരും? 30.54 മൈനസ് 20 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 10.54 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? VR1 കിട്ടുന്നത്. നമുക്ക് ഇനി VR1 കിട്ടിക്കഴിഞ്ഞാൽ ഈ VR1 ഈസ് ഈക്വൽ ടു VR2 എന്ന് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. കാര്യം ഇവിടെ വേറെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. VR1 ഈസ് ഈക്വൽ ടു VR2 ഈസ് ഈക്വൽ ടു 10.54 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ എന്ത് കണ്ടുപിടിച്ച് നോക്കണം? VR2 cos phi കണ്ടുപിടിച്ച് നോക്കണം. ഇത് cos phi കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത നോക്കിക്കോളണം. ഹിയർ VR2 cos phi ഈസ് ഈക്വൽ ടു VR2 cos phi നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? VR1 cos phi അല്ലെങ്കിൽ VR2 cos phi. VR1 ഈക്വൽ ടു VR2 ആയതുകൊണ്ടാണ് VR2 cos phi. VR2 cos phi എന്ന് പറയുന്നത് 10.54 ഇൻറ്റു cos 15. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു ആൻസറാണ് കിട്ടുന്നത്. 10.18 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. റേഡിയനിൽ 10.18 എന്ന് കിട്ടും. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് വേണമെങ്കിൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ കിട്ടും. VR2 നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ. അപ്പോൾ 10.18 എന്ന് പറയുന്നത് ആക്ച്വലി U ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. ഹിയർ U ഈസ് ഗ്രേറ്റർ ദാൻ എന്തുവാണ്? VR2 cos phi. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത U എന്ന് പറയുന്നത് വലുതായിരിക്കണം. അതായത് നമ്മൾ VR2 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് മുമ്പത്തെ വീഡിയോസിൽ. അപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയാണ് ഇത്രയും U2 വരണം എന്ന് പറഞ്ഞാൽ VR2 cos phi എടുത്താൽ ചെറുതും U2 വലുതുമായിരിക്കണം. ദാറ്റ് മീൻസ് ഇങ്ങനെ വരണമെങ്കിൽ നമുക്ക് എന്തായേ പറ്റൂ? ഹിയർ ബീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ബീറ്റ ഗ്രേറ്റർ ദാൻ 90 ആവണം. അപ്പോൾ ഇങ്ങോട്ട് ഡിസ്ചാർജ് പോകുന്ന ഇതായിരിക്കും V2, ഇതായിരിക്കും നമ്മുടെ ബീറ്റ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആയിരിക്കും VW2 എന്ന് പറയുന്നത്. ഇതാണ് VF2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ 15 ഡിഗ്രി ഫൈ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രത്യേകത ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ബീറ്റ ഗ്രേറ്റർ ദാൻ 90 വരുന്ന കേസും നമ്മൾ പെൽട്ടൺ വീൽ ടർബൈനിൽ വരാം എന്നുള്ളതാണ് ഞാനിവിടെ എന്ത് ചെയ്തത് ഉദ്ദേശിച്ചത്. അപ്പം അത് അവിടെ കിട്ടി. ഇനി ഇത് വെച്ചിട്ട് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എത്രമാത്രം ആലോചിക്കുക, അല്ലെങ്കിൽ റണ്ണർ വർക്ക് ഡൺ പെർ സെക്കൻഡോ അല്ലെങ്കിൽ റണ്ണർ പവറോ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ആലോചിക്കുക? റോയെ V1 ഇൻറ്റു എന്താണ് VW1 പ്ലസ് എടുക്കുന്നതിന് വരെ അവിടെ എന്തെടുത്തോളണം? VW മൈനസ് എടുത്തോളണം ഇൻറ്റു മൾട്ടിപ്ലൈഡ് വിത്ത് U ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ കിലോ വാട്ട്സ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം അവിടെ ആലോചിക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 12432 കിലോ വാട്ട്സ് എന്ന് കിട്ടും. അത്രയും കിലോ വാട്ട്സ് എന്ന് കിട്ടും. ഫോഴ്സ് ഓക്കെ ചെയ്ത് കണ്ടുപിടിക്കുക. അത് അതിനാണോ എന്തോ നോക്കിയിരിക്കുക. 12.43 ആണ് കേട്ടോ. 12.43 കിലോ വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, 12.43 കിലോ വാട്ട്സ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ ഒരു കണക്ഷൻ പറയാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളതും വരാം. അപ്പോൾ നമുക്ക് ഈ മൊത്തത്തിൽ 5 ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെൽട്ടൺ വീലിൻ്റെ ഏത് ചോദിച്ചാലും ഈ 5 ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതാൻ പറ്റുന്നത് മാത്രമേ ചോദിക്കുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ബക്കറ്റ്സിൻ്റെ സൈസൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എഴുതിയായിരുന്നു അത്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഇത് ജെറ്റ് റേഷ്യോ, ഫൈൻഡ് ജെറ്റ് റേഷ്യോ, ഫൈൻഡ് നമ്പർ ഓഫ് ബക്കറ്റ്സ് റീനേഡ്. ഇത് ഡിയും തന്നിരിക്കും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ജെറ്റ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ ഓഫ് ജെറ്റ്സ് എത്രയാണ് എന്നുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഈ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും വാലായിട്ട് ഈ സാധനങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ളതും കൂടെ മനസ്സിലാലോചിച്ചിരിക്കുക. അപ്പോൾ ഇത് വിട്ടുകളയരുത്. അപ്പം ഇത്രയാണ് പോയിൻറ്റ്സ് ടു റിമെമ്പർ ഇൻ പെൽട്ടൺ വീൽ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് ഇത്രയും. നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ പെൽട്ടൺ വീൽ കിട്ടും. ഇനി നമുക്ക് അടുത്തത് ഫ്രാൻസിസ് ടർബൈൻ പഠിക്കണം. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻസ് ആണ്. നമ്മൾ ഇമ്പൾസ് ടർബൈൻ ഒരെണ്ണേ പഠിക്കുന്നുള്ളൂ പെൽട്ടൺ വീൽ. ബാക്കിയെല്ലാം റിയാക്ഷൻ ടർബൈൻസ് ആണ്. അപ്പോൾ റിയാക്ഷൻ ടർബൈൻ നമുക്ക് 2 എണ്ണം പറയാനായിട്ടുണ്ട്. ഒന്ന് പെൽട്ടൺ വീൽ കഴിഞ്ഞിട്ട് പിന്നെ റിയാക്ഷൻ ടർബൈൻ ഫ്രാൻസിസ് ഉണ്ട്, കപ്ലാൻ ടർബൈൻ ഉണ്ട്.